ഇതിലും ഭാഗവത സപ്താഹത്തിലും ഭാഗവതത്തിലും 11-ാം അധ്യായം വളരെ ശ്രേഷ്ഠമാണ്. ജ്ഞാനത്തെ പറയുന്നു. ഏകാദശം എന്ന് പറയും. ഏകാദശ സ്കന്ധത്തിൽ കൂടെ ജ്ഞാനത്തെ പറയുക. ബാക്കിയെല്ലാം ജ്ഞാനം തന്നെ പല രൂപത്തിൽ അതിൻ്റെ വിവേകത്തെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ജ്ഞാനത്തെ പറയുന്നത് ഏകാദശത്തിലൂടെയാണ് പറയുന്നത്. അതുപോലെ ഇതിലും 11-ാം അധ്യായം വന്നിരിക്കുന്നത് സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശനം ചെയ്യുകയാണ്. നമ്മൾ സത്ത് പറഞ്ഞു, ചിത്ത് പറഞ്ഞു, ഇനി ആനന്ദമാണ് വിളക്കാനുള്ളത്. സത്തിനെ പറ്റി പറഞ്ഞത് എന്ത് മനസ്സിലായി എന്ന് രാധികന്ന് പറയണം. മനസ്സിലാക്കിയാൽ പറയണം. ചേച്ചി വരാത്തോണ്ട് ഒരു ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സത്തെന്നാണ് ചോദ്യം. അതാണ് എന്താണ് ഇത് സത്തിനെ പറ്റി മനസ്സിലാക്കി? രാധികയോട് ചോദിച്ചിരിക്കുകയാണ്. രാധിക പറയുകയാണെങ്കിൽ പറയണ്ടേ? പറയാൻ പോകും. എന്താണ് നമ്മൾ മനസ്സിലാക്കിയ സത്ത്? പറഞ്ഞു ആത്മാവിന്റെ 3 രൂപങ്ങളാണ്, 3 കലകളെന്ന് പറഞ്ഞു. സച്ചിദാനന്ദ രൂപമാണ് ആത്മാവിൻ്റെ. വാസ്തവത്തിൽ ഈ സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന ആത്മാവിനെ ഉപലക്ഷിക്കാൻ വേണ്ടി വേദം നമുക്ക് സത്വലക്ഷണം, ചിത്തലക്ഷണം, ആനന്ദലക്ഷണം പറഞ്ഞു തരുകയാണ്. ഇത് സത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞു. അത് എന്ത് മനസ്സിലാക്കി? കറക്റ്റാണ്. അതെ. വേറൊരു രൂപത്തിൽ പറയാം, എല്ലാത്തിൻ്റെ ഇരിപ്പിടം. മനസ്സിലായി? ഏതാണ് അതിൻ്റെ ആധാരമായിരിക്കുന്നത്? ആധാരം എന്നാണ് ഇതിൻ്റെ പേര്. സത്തിൻ്റെ വേറൊരു നാമമാണ് ആധാരം. എല്ലാത്തിൻ്റെ ആധാരം ഏതാണ് എന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ ഈ സത്വരൂപമാണ് ആധാരമായിരിക്കുന്നത്. എന്നാൽ ചിത്തും ആനന്ദവും അതിൻ്റെ അധിഷ്ഠാനമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലേ? ആ 2 രൂപത്തിൽ ആധാര അധിഷ്ഠാനങ്ങളെ പറഞ്ഞു തന്ന് വേദം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആധാരം ആർക്കും മറഞ്ഞിട്ടില്ല. ആധാരം ജ്ഞാനിക്കോ അജ്ഞാനിക്കോ കൊച്ചുകുട്ടിക്കോ വൃദ്ധന്മാർക്കോ ആർക്കും മറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? എല്ലാവരും ഞാനെന്ന് പറയുന്നില്ല. ഞാനെന്ന് പറയണമെങ്കിൽ ശരീരത്തെയാണോ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് ആലോചിക്കേണ്ട സ്ഥലമാണ്. ഞാനെന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ നോക്കിയാണോ ഞാനെന്ന് പറഞ്ഞത്? ഈ മനസ്സിനെ നോക്കിയാണോ പറഞ്ഞത്? ബുദ്ധിയെ നോക്കിയാണോ പറഞ്ഞത്? അതിനെ അവർ പറഞ്ഞു. അത് രമണമുഖാൻ ഇതിന് പറഞ്ഞു, ഈ ഞാൻ ആരെന്ന് നോക്കാൻ പറഞ്ഞു. രമണമുഖാൻ പറഞ്ഞില്ല നീ ഈ പറഞ്ഞ ശരീരമല്ല, ഈ ആത്മാവ്, ഈ ഞാനെന്ന് പറഞ്ഞ ഈ ബുദ്ധിയല്ല, ഈ ചിത്തമല്ല, ഈ അഹങ്കാരമല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഈ ഞാൻ ആരാണെന്ന് നോക്കാം. അവർ പറയുന്നു ഇതിനെ നോക്കിയാൽ ഇതില് അതായത് ആരോപമായി വന്ന ഈ കാര്യങ്ങളെല്ലാം മാറി കേവലം ആധാരമായ താനായിട്ട് അറിയാൻ സാധിക്കും. എല്ലാത്തിൻ്റെ ആധാര ശിലയാണ്. വസ്തുത്തിൽ ഇതുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ജ്ഞാനവും ഉപദേശിക്കാൻ പോലും പറ്റിയത്. അല്ലെങ്കിൽ പറ്റില്ല. എവിടെ പിടിച്ചുകൊണ്ട് എന്തിനെ പറ്റി പറയും? ആരെപ്പറ്റി പറയും? അലൗകികമായ ആത്മാവ് ആണെങ്കിലും ഈ സത്ത് പറഞ്ഞു, ഈ സത്താണ് എല്ലാത്തിൻ്റെ ആധാരമായിരിക്കുന്നത്. ഈ ഭൂമി ഇരിക്കുന്നത് ഇവിടെ പറയത് ആകാശത്തില്, വേറെ ആധാരത്തിലല്ല. ഈ ആകാശം എവിടെ ഇരിക്കുന്നു? ഈ ആധാരത്തിൽ തോന്നിയത്. ഈ ആധാരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ആധാരത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒരു തോന്നലായിട്ടാണ് ഇരിക്കുന്നത്, റിയൽ അല്ല. എന്തുകൊണ്ട് റിയൽ അല്ല എന്ന് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ വേദം നമുക്ക് പറഞ്ഞു തന്നു, എപ്പോഴും ഇല്ലല്ലോ. തോന്നുന്ന സമയം മാത്രമുള്ളതിനെ സത്യം എന്ന് പറയാൻ പറ്റുമോ? തോന്നുന്ന സമയം മാത്രമുള്ളതിനെ സത്യം എന്ന് പറയാൻ പറ്റുമോ? സത്യത്തിന്റെ നിർവചനം തന്നെ ഒരു കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ബാധിക്കാത്തത് ഏതൊന്നുണ്ടോ അതാണ് സത്യം. അതാണ് ആത്മാ. അതിനിവിടെ പറയുന്നു ഈ സത്വം ഒരു കാലത്തും ഒരു ദേശത്തും ബാധിക്കാത്തതാണ്. മരണത്തിനോ മൂർച്ചയ്ക്കോ ഒന്നിനും ഇതിനെ ബാധിക്കാൻ പറ്റില്ല.
ഇതാണ് ഇതിന്റെ സാമാന്യമായിട്ട് ഈ ജ്ഞാനം ഇതിൽ പ്രകാശിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ഞാനെന്ന് പറയുന്നത്. ഈ ഞാനെന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും കണ്ടിട്ടൊന്നും അല്ല അവർ പറയുന്നത്. പക്ഷെ അവർക്ക് അവ്യക്തമായിട്ട് തന്റെ സ്വരൂപ നിശ്ചയം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. വ്യക്തമല്ല, ഇതിനാണ് അവ്യക്തം എന്ന് പറയുന്നത്. വേദം അങ്ങനെ തന്നെ ഇതിനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇതാണ് സത്യം. ഇനി ചിത്ത ഏതാണ്? നമ്മൾ പറഞ്ഞു ഇതാണ് അധിഷ്ഠാനം, എല്ലാത്തിൻ്റെ അധിഷ്ഠാനം. ഇവർ പറയുന്നു ഈ ആരോപം മാറണമെങ്കിൽ അധിഷ്ഠാനത്തെ അറിയണം. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ഈ ആധാരം അറിഞ്ഞത് കൊണ്ട് ഈ അധിഷ്ഠാനം പിന്നെ ഈ ആരോപം നീങ്ങില്ല. വാസ്തവത്തിൽ ഈ ആധാരം ഉള്ളത് കൊണ്ടാണ് ഈ ആരോപം തോന്നിയിരിക്കുന്നത്. ആധാരം ഇല്ലെങ്കിൽ തോന്നാൻ എവിടെ തോന്നും? ആർക്ക് തോന്നും? ആർക്കും എവിടെയും തോന്നാൻ ഒത്തില്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടോ? ഇതാണ്. ഇപ്പൊ സുഷുപ്തിയില് നമുക്കറിയാം ഒന്നും തോന്നുന്നില്ല. അതൊരു മൂഢസ്ഥിതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ജ്ഞാനം കൊണ്ട് ഇതെല്ലാം തോന്നിയാലും ഇതെല്ലാം കേവലം മരുഭൂമിയിൽ ജലം പോലെ, കയറിൽ പാമ്പ് പോലെ, അതുപോലെ എന്താ പറയുക, മലടി മകനെ പോലെ ഇല്ലാത്തതാണെന്നുള്ള ഉറച്ച നിശ്ചയത്തിലാണ് ഇത് കാണും. വിശ്വം വിവേകദിശയിൽ സർവം അഴിഞ്ഞ് അസ്വസ്ഥമായിടിലും അത് ഇന്ദ്രിയ ദൃശ്യമാകും. വിശ്വം വിവേകദിശയിൽ സകലവും അഴിഞ്ഞ് അസ്വസ്ഥമായിടിലും അത് ഇന്ദ്രിയ ദൃശ്യമാകും. ഇന്ദ്രിയ ദൃശ്യമാകുന്നത് കൊണ്ട് സത്യം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെല്ലാത്തിനും സത്യത്വം കൽപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ദ്രിയങ്ങൾ ശാശ്വതമാണോ? ഇല്ല. ഇന്ദ്രിയങ്ങൾ ഉപാധികളാണ്, കാര്യങ്ങളാണ്. മനസ്സിലല്ലേ? കാര്യങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മണ്ണിലുണ്ടായ ഘടം അത് കാര്യമാണ്. കാര്യം ഘടവും, കാരണം മണ്ണുമാണ്. അപ്പൊ മണ്ണിൽ വന്നിരിക്കുന്ന ഘടം അത് നാശമുള്ളതാണ്. പക്ഷെ എന്തെല്ലാം ചെയ്താലും നാശമില്ലാത്തവരായ പൊരുളായിട്ടാണ് ഈ മണ്ണിരിക്കുന്നത്. ഇതിനെയാണ് അവർ പറയും ഉപാദാന കാരണമെന്ന് പറയും. പല രൂപത്തിൽ ഇതിനെ നമുക്ക് വേർതിരിച്ച് വേദം കാണിച്ചത്. സ്വാമി ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. മനസ്സിലല്ലേ? ഒരു സംശയത്തിനും ഇടയില്ലാതെ ഇത്ര വ്യക്തമായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന കൂട്ടരാണ് ഈ ആശ്രമത്തിലുള്ളത്. അതുകൊണ്ടാണ് അവർക്കൊരു ധൈര്യം ഇതിലുണ്ട്. എവിടെയും പോയ ആരുടെ ഇടയിൽ നിന്നും സംസാരിക്കുമല്ലോ. കാരണം വേറെ ഒന്നുമില്ല, സംശയമില്ലല്ലോ. മാത്രമല്ല നമ്മൾ ധരിച്ചിരിക്കുന്ന പക്കയാണെന്ന് നമുക്കറിയുകയും ചെയ്യും. അതാണ് അതിന്റെ കാരണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ സത്ത് സാമാന്യമായ ജ്ഞാനമെന്ന ഇതിനെ പറയുന്നത്, സാമാന്യ ജ്ഞാനമെന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഉള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഞാനെന്ന് ഉച്ചരിച്ചത് ഒരാൾ, അല്ലെങ്കിൽ ഞാനെന്ന് ഉച്ചരിക്കാൻ സാധിക്കില്ല. ഞാനെന്ന് ഉച്ചരിക്കുമ്പോൾ ചിന്മനസ്വാമി ഞങ്ങളോട് പറഞ്ഞു, എടോ കുട്ടികൾക്ക് ആര് പഠിപ്പിച്ചിട്ടാണ് ഞാനെന്ന് വന്നത്? ഇനി പോട്ടെ, ഈ ഞാനെന്നുള്ളത് മറന്നു പോകുന്നതാണോ, അതേ ഇനി ഓർമ്മിച്ച് പഠിച്ച് ഇമ്പോസിഷൻ എഴുതിയൊക്കെ കാണാൻ പഠിച്ച് വെച്ചാണോ ഈ ഞാൻ വന്നത്? എല്ലാവരും ഞാനെന്ന് ഉച്ചരിക്കുന്നില്ല. അത് ആരെങ്കിലും പഠിപ്പിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്വഭാവസിദ്ധമായി ഞാൻ ഇതിനെയാണ് സ്ഫുരണ എന്ന്. ഇത് വേറൊരു പേരാണ് സ്ഫുരണ. ഈ സ്ഫുരണ ഇതിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഞാൻ വരും. ഈ ഞാനിന്റെ ബഹിർഭാഗം അഹങ്കാരവും അതിന്റെ തുടക്കം ആത്മാവാണ്, ആത്മസ്വരൂപമാണ്. ഇത് വെളിപ്പെട്ട് മനസ്സ് വഴി വരുമ്പോഴാണ് വികലമായി അഹങ്കാരമായി മാറുന്നത്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ശുദ്ധ ബോധമായിട്ടിരിക്കുകയാണ്, ശുദ്ധ അറിവായിട്ടിരിക്കുകയാണ്. നമ്മളാരെങ്കിലും എന്തെങ്കിലും പിന്നെ വഴക്ക് പറയുക, നമ്മളെ കൊച്ചാക്കുക, നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുക, നമ്മളെ അവഗണിക്കുക, ഇതൊക്കെ വരുമ്പോൾ ഈ ഞാൻ ഇങ്ങനെ എഴുതി വരുന്നതാണ്. എന്നെ അവര് ഈ ഞാനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കി അതിന്റെ ആധാരത്തിൽ അതിന്റെ അധിഷ്ഠാനത്തിൽ വരാനാണ് പറയുന്നത്. ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ ആധാരമല്ല വരണത്, ഇതിന്റെ അധിഷ്ഠാനത്തിൽ വരാം. ഇങ്ങനെയാണ് അത് വേദം ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനിയിപ്പം ചിത്തിനെ പറ്റി എന്ത് പറയുന്നത്?
രാധിക്ക് എന്തെങ്കിലും ഇതേ പറയണം. ഇത് തന്നെ ലോകത്തിൽ സ്വയം പ്രകാശമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാഥമികമായിട്ട് പറയുമ്പോൾ സൂര്യൻ സ്വയം പ്രകാശമല്ലേ, ഈ നക്ഷത്രാദികളെല്ലാം സ്വയം പ്രകാശമല്ലേ. ചില രത്നങ്ങൾക്ക് സ്വയം പ്രകാശം ഉണ്ടെന്നാണ് പറയുന്നത്. രത്നങ്ങൾ, ഇന്ദ്രനീലം തുടങ്ങിയ രത്നങ്ങൾക്ക്, മാണിക്യത്തിന് സ്വയം പ്രകാശം ഉണ്ടെന്നാണ് പറയുന്നത്. വേദം ഇതെല്ലാം നിഷേധിച്ചിട്ട് പറഞ്ഞു ഇതിനൊന്നിനും സ്വയം പ്രകാശമില്ല, സ്വയം പ്രകാശം കേവലം ആത്മാവിൽ മാത്രമേ ഉള്ളൂ. ആ സ്വയം പ്രകാശം ആയിട്ടിരിക്കുന്നതിനെയാണ് ചിത്ത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ചിത്ത്, ചിന്മയം, ചിത് ദർശനം. ശങ്കരകുലോ ഭഗവത്പാദർ പാടി ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ചിത്ത് ആനന്ദം. ഈ ചിത്ത് ആനന്ദമാണ് അധിഷ്ഠാനമായിട്ടിരിക്കുന്നത്. ഈ അധിഷ്ഠാന സ്വരൂപത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവോഹം, അങ്ങനെയുള്ള ശിവനാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ആധാരത്തിലിരുന്നില്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ അധിഷ്ഠാനമായിരുന്ന ഈ ചിത്തും ആനന്ദവുമാണ്. ഒരുപാട് കേൾക്കുക പറഞ്ഞാൽ കേൾക്കുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കണം. ചിന്മാർ സ്വാമി ഘോരം പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾക്കൊക്കെ ഇത് എന്തോ കുറെ പോലെയൊക്കെ ആദ്യം തോന്നി. പിന്നീട് ഇതിനെപ്പറ്റി പരസ്പരം പറയുമ്പോഴാണ് ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളും അങ്ങോട്ട് അന്യോന്യം പ്രഭാഷണങ്ങൾ ചെയ്യണം. ഇതിന് പറയുന്നു തച്ചിന്തനം തൽക്കഥനം അന്യോന്യം തൽ പ്രഭാഷണം ഏകമേവ വരച്ഛാമി ബ്രഹ്മാഭ്യാസം പുനർവിധു. തൽചിന്തനം തൽക്കഥനം അന്യോന്യം തൽ പ്രഭാഷണം. ഇപ്പൊ പരസ്പരം ഇപ്പൊ ചേച്ചിക്കും രാധിക്കും ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിക്കുക. വേറെ 100 കാര്യം ഇവിടെ ഒന്നും പറയേണ്ട കാര്യം ഇല്ലല്ലോ. മക്കളെ പറ്റിയും ഭൂമിയെ പറ്റിയും അതെല്ലാം പ്രാകൃതമായ കാര്യങ്ങളാണെന്നും വേറെ പറയണത്. അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് തന്നെപ്പറ്റി പറയാൻ ഒരു അവസരമല്ലേ നമുക്ക് ഈ ആശ്രമം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങളിവിടെ വരിക, ഞങ്ങളോട് പറഞ്ഞ ഇതാണ്, നിങ്ങളിവിടെ വരിക, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം വായിക്കുക, ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുന്നവർക്ക് പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഇരിക്കുക, അതിൽ പൂജയും ചെയ്ത് വെറുതെ പോണ്ട, ഒരു ശകലം ആഹാരം വെച്ച് കഴിച്ചു വെച്ചോളൂ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം. ഇതില്ലെങ്കിൽ ആഹാരം വെച്ച് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? അധികം നമുക്ക് വീട്ടിൽ ഇതിനെക്കാട്ട് നന്നായിട്ട് ആഹാരം വെച്ച് കഴിച്ചുകൂടെ? ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ആഹാരം വെച്ച് കഴിക്കാൻ മാത്രമല്ല ഈ ആശ്രമത്തിൽ വരണത്. ആശ്രമത്തിൽ വന്ന് ഈ ആഹാരത്തിന്റെ കാര്യം ഉത്ഭവിച്ചത് തന്നെ ഈ ക്ലാസ്സിനെ ലക്ഷ്യമാക്കിയിട്ടാണ് സ്വാമി. ഈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വിശന്നിരിക്കാൻ പാടില്ല, ഒരു കഞ്ഞിയും ഒരു പുഴുക്കും ആയിക്കോട്ടെ എന്നാണ് നമ്മുടെ എഞ്ചിനീയർ സാറിന്റെ നിർദ്ദേശം. അപ്പൊ സ്വാമി പറഞ്ഞ അത് വേണ്ട, ഇത് നല്ല ഒരു കറിയും നല്ല രുചിയായിട്ട് വെക്കുക, ഒരു കറിയും ഒരു ഒഴിച്ചുകൂട്ടാൻ വെക്കുക, കഴിക്കുക, ഒരു ചെറിയൊരു മാങ്ങാച്ചാർ എന്തെങ്കിലും മതി. എന്തിനാണ് പറഞ്ഞത്? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പട്ടിണിയായിട്ട് പോകേണ്ടത്. രാവിലെ ആദ്യകാലങ്ങളിൽ പിന്നെ ആക്കി എല്ലാം ഇവിടെ രാവിലെ പുട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യം അത് കഴിച്ച് ഇങ്ങനെ പോകും. ഇങ്ങനെ എത്തോളം കാലം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞവരാണെന്ന് അറിയാം. ഞങ്ങളൊന്നും ഈ കെട്ടിടമൊന്നും ഇല്ല കേട്ടോ, ഇതൊന്നുമില്ല. ഒരു ഓടിട്ട ഒരു ഷെഡായിരുന്നു സ്വാമി ഇരിക്കുന്ന ഭാഗം. ഇങ്ങനെ ഒരു ഓടിട്ട, അത് ദിവസവും ചെതില് ഇറക്കവും ചോർച്ചയും. ഞങ്ങളുടെ പരിപാടി എന്തിനാണ്? വന്നിട്ട് ചോർച്ച അടയ്ക്കും, അതുപോലെ ചെതൽ മാറാൻ വേണ്ടി കരിയോയിൽ അടിപ്പും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ വർക്ക് കൊടുത്തത്. ആ കെട്ടിടം മുഴുവൻ താഴെ വീഴാറായി, അതിന് മൊത്തം കരിയോയിലടിക്കുക, അതും ചില സമയത്ത് പട്ടിയിൽ മാറ്റുക, ഇതൊക്കെയായിരുന്നു. ഇരിക്കട്ടെ. അപ്പൊ ഈ രൂപത്തിൽ ആണ് സ്വാമി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് വഴിയെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ചിത്തം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിന്റെ വിശേഷ രൂപമാണ് ചിത്ത്. ചിത്ത് എല്ലാവർക്കും വിളങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ചിത്തിനെ പറ്റി പറയുന്നത്. ചിത്ത എങ്ങനെ വിളക്കുമെന്ന് ചോദിച്ചാൽ ആ വിവേകം കൊണ്ട് ഇതിനെ വിളക്കാം. ഈ ചിത്ത് സ്വയം പ്രകാശമാണ്. അത് തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ ഇൻഫർമേഷൻ. സ്വയം പ്രകാശമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ചിത്തിന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ജഡങ്ങളെന്നാണ് പറഞ്ഞത്. ചിത്ത് ജഡം, സത്ത് അനിർദം. ഇതിന്റെ വിപരീതമാണ് പറയുന്നത്. അനിർദം, സത്ത് അനിർദം, ചിത്ത് ജഡം, ആനന്ദം
ദുഃഖം. ഇപ്പൊ നമുക്ക് പിണഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിപരീത അധ്യാസമാണ് നമ്മിൽ ആദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന അനന്ത ജഡ ദുഃഖ രൂപമായിട്ടാണ്. വാസ്തവത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് എങ്ങനെയായിരുന്നു? സച്ചിദാനന്ദ രൂപമായിട്ട് ഇരിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതാണ് വാസ്തവം. പക്ഷേ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്, എന്നാൽ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള സാമർഥ്യക്കുറവുകൊണ്ട്, ബുദ്ധിക്ക് ഈശ്വരൻ തന്നിരിക്കും ഇതിനു വേണ്ടിയാണ്. പക്ഷെ അതിന്റെ കുറവുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ദേഹമാണെന്നൊരു മൂഢബുദ്ധിയിലെടുത്തിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിനെ കലുഷിതമാക്കി വ്യവഹരിച്ച് ഈ സമാധി, അതിന്റെ തന്റെ സ്വരൂപത്തെ ഉണർത്തുന്നതിന് ഒരു ഉപാധിയായിട്ട് നിൽക്കുന്ന സമാധിയെ കെടുത്തിയിരിക്കുകയാണ്. കെടുത്തി നിൽക്കുന്ന ഒരു നിലയാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ ദശ. അവർ പറയുന്നു ഈ സമാധിയെ പുനഃസ്ഥാപിക്കണം. അതിനെന്ത് വേണം എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഇതിനെ ഉള്ളതുപോലെ തിരിച്ചറിയണം. ഇതെല്ലാം വേദം പറഞ്ഞിരിക്കുന്നത് ഇത് കേവലം അനന്ത ജഡ ദുഃഖരൂപമാണ്. ഇത് സത്യമല്ല, ഇത് മിഥ്യയാണ്, ഇല്ലാത്തതാണ്. ഇല്ലാത്തതില് ഉണ്ടെന്നുള്ള സത്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്ത് വരും? ഒരുപാട് വ്യവഹാരം ഇത് സംബന്ധിച്ച് ഉദയമാകുന്നു. അതുകൊണ്ട് മനസ്സെപ്പോഴും ചഞ്ചലമായി നിൽക്കുന്നു. സമാധി ഏർപ്പെടാൻ പറ്റുന്നില്ല. സമാധിക്ക് ഒരു നിശ്ചല അവസ്ഥയാണ് പറയുന്നത്. അത് നമുക്ക് അലൗകികമാണ്. ലൗകികമായിട്ട് അല്ല സമാധി പറയണം. ഇനി ഈ സമാധിയെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആരുടെയും കഴിവുകൊണ്ടല്ലേ ഇത് ഉണ്ടാവുന്നത്. പിന്നെയോ വേദം പറഞ്ഞ രൂപത്തിൽ വിവേകത്തോടുകൂടി നിന്ന് ശീലിക്കുന്നവർക്ക് ഈ സമാധി അനുഭവം ഇതിൽ പ്രത്യക്ഷപ്പെടും. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗുരു പരമ്പര സമ്പ്രദായങ്ങൾക്കെല്ലാം ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കണം നമ്മൾ. കാരണം ഗുരു, ഒരാൾ പറയണ എന്റെ കഴിവുകൊണ്ട് ഇപ്പൊ സാധിച്ചു കളയാന്ന്, ഒന്നും നടക്കുന്ന കാര്യമല്ല. ഈ പരമ്പര ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും ഇതിൽ അത്യന്താപേക്ഷിതമായിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൽ ഈ സമാധി ഇത് വരണം. ഇപ്പം സമാധി വിഘ്നപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സ് എപ്പോഴും വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. നമുക്ക് തന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥ തന്റെ സ്വരൂപത്തെ അറിഞ്ഞ് മുക്തി കൈവരിക്കാനുള്ള ഒരു സന്ദർഭമാണ്. മഹത്തുക്കൾക്ക് ഈ ജാഗ്രത അവസ്ഥ സവികല്പ സമാധിയാണ്. മഹത്തുക്കൾക്ക് ഈ ജാഗ്രത അവസ്ഥ സവികല്പ സമാധിയാണ്. നമുക്കോ ഒരു മൂഢതയാണ്, ഒരു നിദ്രയാണ്, ഒരു മൂഢനിദ്രയാണ് ഇത് നടക്കുന്നത്. നിദ്ര എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ പിച്ചിമ്പേ പറയും പോലെ എന്തൊക്കെയോ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരു രൂപമാണ് ഇതിലുള്ളത്, അല്ലേ? ഇതിനെയാണ് അവർ വേദം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഇത് ക്ഷണം കൊണ്ട് ഇത് നമ്മളെ എലിമിനേറ്റ് ചെയ്യപ്പെടും. മനസ്സിലല്ലേ? ഇത് സദാ ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതമായി നമ്മൾ പോയില്ലെങ്കിൽ മറ്റത് ചെയ്യാതിരിക്കണമെന്ന് അർത്ഥമില്ല. കാരണം അത് പ്രാരബ്ധമല്ലേ. പ്രാരബ്ധ ശിഷ്ട ഇതിൽ അനുഭവിച്ച് തന്നെ എല്ലാവർക്കും പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാരബ്ധം അനുഭവിക്കാം, പക്ഷേ അതിന് സത്യബുദ്ധി വെക്കരുത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെല്ലാം തന്റെ പ്രാരബ്ധമായിട്ട് ഈ ശരീര മനസ്സുകളിൽ അനുഭവിക്കുന്നതാണെന്ന് അറിഞ്ഞോളൂ. ആത്മാവിൽ പ്രാരബ്ധമില്ല. പ്രാരബ്ധം ഈ മനസ്സിനും ശരീരത്തിനുമാണ്. അത് അതിന്റെ കർമ്മത്തെ അത് അനുഭവിക്കുന്നു. താൻ അതിന് എപ്പോഴും സാക്ഷിരൂപമായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നുള്ള ഇത് വിടരുത്. താൻ അതുമായിട്ട് ചേർന്നാൽ വികാരപ്പെട്ട് വീണ്ടും വീണ്ടും ഈ കർമ്മത്തെ പെരും അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയാണ്, ഈ പ്രാരബ്ധത്തെ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയാണ് ജ്ഞാനം ഉണ്ടാവാൻ പറഞ്ഞത്. ജ്ഞാനം വരുന്നാൽ എന്താ ഗുണം? ഈ ആത്മാവ് നിഷ്ക്രിയരാണെന്നും ഇത് ആത്മാവ് ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നും ഈ മനസ്സും ശരീരവും അതിന്റെ കാര്യമായിട്ട് ഇതെല്ലാം ഇതിൽ നടക്കുന്നതെന്നും തിരിച്ചറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. എന്ന് പറയും ജ്ഞാനികളൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ച് ആളുകൾ കുഴപ്പിക്കും. അതേ ആഹാരം കഴിക്കുന്നില്ല, അതേ പിന്നെ ഫാനിട്ട് കാറ്റ് കൊള്ളുന്നില്ല എന്നൊക്കെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു അവര് അങ്ങനെ ചെയ്യുന്നത് ഇത് അറിഞ്ഞിട്ടാണ്, ബോധപൂർവമാണ് അവർ നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അത് നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? ഇതിലെല്ലാം വലിയ സത്യബുദ്ധി വെച്ച് പ്രവർത്തിക്കുക. ബോധപൂർവം അതിനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവന് കർമ്മം പറ്റുന്നില്ല. എന്നാൽ ഇത് മൂഢതയിലിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതിൽ നിറച്ച് കർമ്മം പറ്റും. കാരണം ഇത് ഇപ്പോൾ എനിക്കൊരു സാധനം കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ഉടനെ തന്നെ പറയും അത് അയാൾ നിമിത്തമാണ്, ഇയാൾ നിമിത്തമാണ്. എന്നിട്ട് അയാളോട് ആവശ്യമില്ലാതെ പിന്നെ ഈ പറഞ്ഞ രാഗദ്വേഷങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടായി
എപ്പോഴും ഇങ്ങനെ കർമ്മം ഇതിൽ പെരുകി 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 വരും. മറ്റവർക്കതില്ല. നാടകത്തില് സിനിമയിലും ഒക്കെ നമ്മൾ ഈ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരും പ്രിയപ്പെടാത്തവരും ഒക്കെ ഉണ്ടാവും അല്ലേ? അതിൽ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്. ചിലർ കരയുന്ന കണ്ടിട്ടില്ലേ? പക്ഷെ കരയുന്നുണ്ടെങ്കിലും കരച്ചിൽ അവരെ ബാധിക്കുന്നുണ്ട് ഇല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം തന്നെ ആ കരച്ചിലും ചിരിയും അതിലുണ്ടായാലും അവർക്ക് അത് സംബന്ധിച്ച് യാതൊരു വ്യവഹാരവും ഇല്ല. ഉണ്ടോ? ഇതുപോലെയാണ് ജ്ഞാനികൾ ഇതിലിരിക്കുന്നത്. ജ്ഞാനികൾക്ക് ഒരു നാടകത്തിൽ എന്നപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു സിനിമ പ്രൊജക്ഷൻ പോലെയുള്ളൂ. അതിന് മേളിൽ ഇതിനൊരു പ്രാധാന്യമില്ല. അവരും ഈ സാധാരണക്കാരെ പോലെ ചിലപ്പോൾ പറയുമോ കഷ്ടമായി പോയി എന്നൊക്കെ പറയും. പക്ഷെ അവരെ ബാധിക്കുന്നില്ല. അത് മരുഭൂമിയിൽ നടന്നു പോകുമ്പോൾ മൃഗനിഷ്ഠ ജലം എന്നാണ് പറയുന്നത് അല്ലേ? മൃഗങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് അത് ജലം പോലെ തോന്നി അവർ വീണ്ടും വീണ്ടും ആ മരുഭൂമിയുടെ ഉള്ളിലോട്ട് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി പോകും. എന്നാൽ തിരിച്ചറിഞ്ഞ ഒരു ആളിനും അതുപോലെ തന്നെ ജലം കിടക്കുന്ന പോലെ തന്നെ തോന്നും. പക്ഷെ അത് അവരെ ബാധിക്കുന്നുണ്ട്. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം അവർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇല്ല. ഇതുപോലെയാണ്. അപ്പൊ അറിയാത്ത മൃഗങ്ങൾക്ക് മൃഗശിഷ്ട ജലം കണ്ടില്ലേ? മൃഗങ്ങള് അതില് വെള്ളം കിടക്കുന്നെന്ന് വിചാരിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് ഈ മരുഭൂമിയുടെ ഉള്ളിൽ പ്രവേശിച്ച് മരിച്ചു പോകുമെന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് അറിയുന്ന ആള് ഇത് കണ്ടാലും അവർ ജലം കുടിച്ച് ദാഹം തീർക്കാമെന്നുള്ള ആ മോഹമൊന്നും അവർക്കില്ല. കാണും. അതാണ് പറഞ്ഞത്. ഇതൊക്കെ കാണുന്നത് വെച്ച സത്യമല്ല. ഇത് തിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ തിരിച്ചറിയുന്നത് രണ്ട് രൂപത്തിലാണ് രാധികെ. ഒന്ന്, വേദം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുമ്പോൾ ഇതൊരു പരോക്ഷമായിട്ട് ഇതിന് ശരിയാണ്, വാസ്തവം എന്ന് കാണുന്നതാണ് പരോക്ഷ ജ്ഞാനം. ഇനി തന്റെ അനുഭവത്തിൽ വരുത്തണം, അതാണ് അപരോക്ഷം. ഇത് കറക്റ്റാണ്. അല്ലാതെ ആത്മാവിനെ ഇനി സ്ഥാപിക്കാനോ കൊണ്ടുവരാനോ ഇല്ല. നമ്മളെല്ലാം ആത്മസ്വരൂപികളായിട്ട് ഇരിക്കുന്നു. ഈ സത്യജിത്താനന്ദ ആത്മാവായിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? അവർ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ ഈ ലോക സത്യബുദ്ധി വിട്ടില്ല. വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇതിൽ തോന്നിയിരിക്കുന്ന ആരോപമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇത് കേവലം അനന്ത ജഡ ദുഃഖരൂപമെന്ന് വേദം പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇരിപ്പിടം സത്യമാണ്, അതാണ് സത്ത്. പക്ഷെ ഇരിക്കുന്നതോ കേവലം ഒരു തോറ്റമായിട്ട് കയറിൽ പാമ്പ് പോലെ. കയറ് സത്യമാണ്, പക്ഷെ പാമ്പ് അതിൽ തോന്നിയിരിക്കുന്നതാണ്, വാസ്തവമല്ലത്. ഇതുപോലെയാണ് ഈ ലോകത്തിന്റെ സ്ഥിതി. ഇതെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഇത് പറഞ്ഞു തരുന്നത്? ഈ ധാരണ നമ്മൾ ഇതിൽ വളർത്തി വരികയാക്കി സ്വാഭാവികമായിട്ട് തന്നെ ഇതെല്ലാം ആ ജ്ഞാനനില ഇതിൽ ഉണ്ടാവും. മനസ്സിലല്ലേ? പതുക്കെയാണെങ്കിലും ഈ വിവേകം ഇതിൽ എന്ന് പൂർണ്ണമാകുമോ അന്ന് ഈ ജ്ഞാനം ഇതിലുണ്ടാവും. ഇതിനു വേണ്ടി ഒരു കർമ്മ പരിപാടികളും ചെയ്യേണ്ടതില്ല. പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം, പാപശക്തി അധികരിച്ചിരിക്കണം നമുക്കൊക്കെ. അതാണ് ദേഹോഹം എന്നുള്ള ബുദ്ധി പാപശക്തിയുടെ പരിണിത ഫലമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഉരച്ചു കളയാൻ വേണ്ടി അവര് പുണ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആദ്യം അനുഷ്ഠാനം തന്നു. ഈ അനുഷ്ഠാനത്തിലെ ഗുരുദാര മഹാമന്ത്രം 108 ഒരു രാവിലെയും 108 ഒരു വൈകിട്ടും ജപിച്ച് 5 ലക്ഷം ഉരു തയ്ക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ആയില്ലേ ആശ്രമം ഉരുസേവ ചെയ്യാൻ പറഞ്ഞു. അവിടെ തൂക്കാനും തുടയ്ക്കാനും എന്ത് വേണോ ചെയ്തോളണം. എന്തിനാണ്? ഈ പാപശക്തിയെ മാറ്റാനാണ്. പാപം മാറിയാൽ ആ പുണ്യം ഇതില് ആധിക്യം വന്നിട്ട് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുണ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ശുദ്ധവാസനയുണ്ട്, അശുദ്ധവാസനയുണ്ട്. പാപം നിൽക്കുകയാണെങ്കിൽ അശുദ്ധവാസന പൊന്തും. നമ്മൾ ഒരു കാര്യം ഗ്രഹിക്കുന്ന വാസനയ്ക്കൊത്താണ് അല്ലേ? വാസനയ്ക്കൊത്താണ് നമ്മൾ ഒരു കാര്യം ഗ്രഹിക്കുന്നത്. അപ്പം വിളഞ്ഞു നിൽക്കുന്ന പുണ്യമാണെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ഹാർഡ് ചെയ്യാതെ നിൽക്കുന്നതാണ്. വിളഞ്ഞു നിൽക്കുന്ന പാപമാണെങ്കിൽ അത് കാണുമ്പോൾ
നമുക്കതിൽ ഈ പറഞ്ഞ കണക്ക് രാഗദ്വേഷ മതമത്സരങ്ങൾ ഘോഷയാത്രയായിട്ട് വരും. ഇത് നമുക്ക് തന്നെ സ്വയം നമ്മൾ പരീക്ഷിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആ പുണ്യം അധികരിപ്പിച്ച് നിർത്താൻ പറഞ്ഞത്, സത്വഗുണത്തെ അധികരിപ്പിച്ച് നിർത്താൻ പറഞ്ഞു. വേദം ഒരു സത്വഗുണത്തിൽ നിൽക്കുക. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം ഈ പാപശക്തി അടങ്ങി നിൽക്കണം. ഇത് പോകില്ല, പോണത് ജ്ഞാനം വരാതെ പോകില്ല. പക്ഷെ ഇതിനെ അടക്കി നിർത്താനുള്ള സൂത്രമായിട്ടാണ് ഇത് വേദം ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ കാമകർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തോ, സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, അവരുമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കഥനം ചെയ്തോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഈ പാപശക്തി അടങ്ങി പുണ്യം അധികരിച്ചു വരും. ഈ സമയത്ത് ജ്ഞാനോപദേശം ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നു ഇത് നമുക്ക് ഗ്രഹിക്കും, കാതുവഴി ഇത് നേരെ ഹൃദയത്തിൽ വരും. മറ്റേ അങ്ങനെയല്ല, ഇതുവഴി പോകും, ഒരു പ്രയോജനം ചെയ്യുന്നില്ല. അതാണ് അധികാരിത്വം ഇല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ പാപശക്തി അധികരിക്കുന്നവർക്ക് ഇത് ഉപദേശിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗുരുക്കന്മാർ എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? വലിയ ഗുരുക്കന്മാർ ചെയ്യുന്ന അവരുടെ പാപാംശത്തെ അവര് കുറെ എടുത്തു കളയും, അവര് തന്നെ എടുക്കും. ഇത് ഉപദേശം ചെയ്യണമെങ്കിൽ ആ പാപശക്തി കുറയണം, പാപശക്തിയുടെ ആദി കുറയണം. അതിന് അവർ ചെയ്യുന്നത് അവർ തന്നെ കുറെ എടുത്തു കളയും. നമ്മുടെ ചിന്മയാന സ്വാമിയിൽ എന്താണ് ഉച്ചാധികം ചെയ്തത്? നമ്മളെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇപ്പൊ നമുക്ക് എന്തോ വലിയ ഇതായിട്ട് തോന്നുന്നെങ്കിലും ഭീമമായ ഒരു അംശം സ്വാമി എടുത്തു കളഞ്ഞു. അല്ലെങ്കിൽ ഇതിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുത്തർക്കും കയറാനും പോകില്ല, ഒന്നും അനങ്ങാനും പോകില്ല. ഇത് മനസ്സിലാക്കണം. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇതിന് അവരെന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനാണ്. വേറെ ആർക്കും ഇതിനെ എടുക്കാനുള്ള ശക്തിയില്ല. അവരുടെ തമോ ബലത്തിന്റെ ഒരു ഭീമഭാഗവും അവർ ഈ പറയുന്ന സാധുക്കളെ, സജ്ജനങ്ങളെ ഉദ്ധരിക്കാനായിട്ട് അവർ ചിലവാക്കും. കേട്ടിട്ടില്ലേ അങ്ങനെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ ഒരു ബിന്ദമെങ്കിലും ഇപ്പോ താരം ചിന്തിക്കേണ്ടത്. ഇതിപ്പോ സ്വാമിയെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ? പക്ഷെ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷമല്ലേ അങ്ങ് പോയത് സന്നിധാനത്തില്. അവിടെ പോയി അനുഷ്ഠാനം വാങ്ങിച്ചു. സ്വാമിയുടെ കൺട്രോളിൽ വന്നു. അത്രയേ ഉള്ളൂ. അതേസമയം നിങ്ങൾ അതുവഴി പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം പറയാൻ നോക്കില്ല. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഇരിക്കുന്ന വലിയ ഇഷ്ടമാണ് സ്വാമിക്ക്. പേര് വിട്ടു കൊടുത്തു. ഇതിനോ പേര് പറയുന്നത് ദേവി എന്നാണ്. ഉഷാദേവി എന്നൊക്കെ പേര് കിട്ടും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. സ്വാമിക്കുള്ള പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അഹങ്കരിക്കാനല്ല പറയണം. സ്വാമിക്കുള്ള പ്രത്യേകത എല്ലാവരെയും അദ്ദേഹത്തിന്റെ വരുതിക്ക് കൊണ്ടുവരും അദ്ദേഹം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സൂത്രങ്ങളെല്ലാം പ്രയോഗിച്ചിരിക്കും. രാധിക്ക് എന്ത് ഇഷ്ടമാണ് അല്ലേ? രാധികയുടെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ കേട്ടു എന്നുള്ളതാണ് ആദ്യം സ്വാമി ചെയ്തത്. വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയും, ആ ശരി അത് ഇങ്ങനെയൊക്കെ തന്നെ പോയി വരാൻ ജോലിയൊക്കെ എന്ന് പറഞ്ഞ് അവര് കളഞ്ഞിട്ട് പോകും. ഇതങ്ങനെയല്ല. ഇവിടെ പറയുന്ന ശസ്ത്രത്തെ കേട്ട് നമ്മളെ കൂടെ വേണമെങ്കിൽ നിന്ന് എന്നിട്ട് അദ്ദേഹം പറയും ഇതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കാം ഇതൊക്കെ പറഞ്ഞ് ശരിയാക്കും എന്നുള്ളതാണ് അതിൻ്റെ വലിയ കാര്യം. കാരണം അവരെ തപസിദ്ധിയിരിക്കല്ലേ. ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരന് അഷ്ടൈശ്വര സിദ്ധികളുണ്ട്. അവരുടെ ഒന്ന് സ്മരിച്ചാൽ പോലും ഒരാളുടെ ആപത്തുകൾ ഒഴിയും. എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. സൂക്ഷ്മ ദൃഷ്ടിയുള്ളവർക്ക് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹത്തിന് വിജയമായി തെളിഞ്ഞവരായിട്ടാണ് കുറേ ഭക്തന്മാർ ഈ ആശ്രമത്തിലുള്ളത്. അവരെപ്പോഴും അവരുടെ നാവില് തിരുമാനന്ദ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ ശക്തി. ഇപ്പൊ സുരേഷാണ് കയറിയത്, അതുകൊണ്ട് ഇപ്പൊ കൂടെ വായിക്കാം. ഇപ്പൊ നമ്മളിപ്പോ പറയാൻ വന്നത് ആനന്ദത്തെ പറ്റിയാണ്. അതൊരു വലിയ ദീർഘമായ ഒരു സ്ഥാനമാണ്. ഇതിൽ ആനന്ദ ലക്ഷണത്തെ പറഞ്ഞ് ശ്രുതി പൂർണ്ണമായിട്ട് സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ നമുക്ക് പൂർണ്ണമായി വിളക്കി തരും. അങ്ങനെയാണ്. ഇതെന്നാലും ഒരു കണ്ണിയ വായിച്ചത്. ഇനി ആനന്ദ രൂപത്തെ പറയാൻ ചൊല്ലപ്പെടുന്നു. നിത്യമായും നിരുപാധികമായും നിരതിശയമായും ഇരിക്കുന്ന സുഖമേതോ അത് തന്നെ ആനന്ദം. നിത്യമായും
നിരുപാധികമായും നിരതിശയമായി ഇരിക്കുന്ന സുഖം തന്നെയാണ് ആനന്ദം. ഇത് മനസ്സിൽ വെച്ചെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ദേവാദിദേവ സർവജ്ഞാനന്ദ വിഗ്രഹമാരമണ ഭൂദേശ പ്രസീത കരുണാതിജയ നമസ്കാരം ശരീരം പ്രാണഞ്ച